1997 മുതൽ ഇപ്പോൾ ഒരു 29 വർഷമായിട്ട് വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു 55-കാരിയായിട്ടുള്ള ഒരു ചേച്ചി എടമലക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഇടുക്കിയിലെ ഒരു സ്ഥലമാണ്, അവിടെ തുടർച്ചയായിട്ട് അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമാണ് ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുത്തു പോകുന്നത്. ഈ സ്കൂളിൽ ഒരേ ഒരു അധ്യാപികയെ ഉള്ളെന്നേ. ഈ 1997 മുതൽ ഈ 2026 വരെ ഒരേ ഒരു അധ്യാപികയാണ് ഈ ചേച്ചി വിജയലക്ഷ്മി. അപ്പോൾ ആൾക്ക് ഇപ്പോൾ 55 വയസ്സാണ് പ്രായം. ആളുടെ വീട് അങ്ങ് അടിമാലിയിലാണേ. അപ്പോൾ ഇത് ഇടുക്കിയിലും ആളുടെ വീട് അടിമാലിയിലും, നല്ല ദൂരമുണ്ട്. ഇത്രയും വർഷം ജോലി ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും അത്യാവശ്യം സാലറി ഒക്കെ കാണുമായിരിക്കും അല്ലേ. പക്ഷേ ഇല്ല കേട്ടോ. ഇപ്പോഴും ഇവരുടെ കറണ്ട് സാലറി എന്ന് പറഞ്ഞാൽ വെറും 7000 രൂപ. 7000 ഞാൻ പുച്ഛിക്കുമല്ല, പക്ഷേ ഈ വന്ന കാലത്ത് അവർ തന്നെ പറയുന്നുണ്ട്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പുള്ളിക്കാരി നന്നേ പാടുപെടുക. ഇപ്പോഴും ഈ സ്കൂളിൽ 21 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കും അതെന്ത് തരം കുട്ടികളാണെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്താണ് ഈ എടമലക്കുടി എന്ന് പറഞ്ഞ സ്ഥലം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം അവിടെ ട്രൈബൽ കുട്ടികളാണ് പഠിക്കുന്നത്. മൾട്ടിഗ്രേഡ് ലേണിംഗ് സെൻറ്റർ എന്നാണ് ഈ ഒരു സ്കൂളിൻ്റെ ആ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. MGLC എന്ന് പറയും. പിന്നെ ഇൻ്റഗ്രേറ്റഡ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിൻ്റെ കീഴിലാണ് ഇവിടുത്തെ പാഠ്യപദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനകത്തെ ഒരു വിഷമിപ്പിക്കുന്ന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ വർഷവും മാർച്ച് മാസം ഈ ടീച്ചറിൻ്റെ കോൺട്രാക്റ്റ് അവർ ക്യാൻസൽ ചെയ്യും. ആര്? അവരെന്ന് ഉദ്ദേശിച്ചത് ഈ ITDP, ഈ സംഘടന. എന്നിട്ട് ജൂണിൽ ഇത് റിന്യൂ ചെയ്യണം. അതായത് ശരിക്കും പറയാൻ നോ റെക്കോർഡ് ഓഫ് സർവീസാണ് ഇവിടെ ഉള്ളത്. ഇവരിവിടെ വർക്ക് ചെയ്യുന്നുള്ളതിന് യാതൊരുവിധ ഔദ്യോഗിക രേഖയുമില്ല. എന്ന് വെച്ചാൽ ഇവർക്ക് PF ഉണ്ടാവില്ലായിരിക്കാം. അതുപോലെ തന്നെ ഈ പെൻഷൻ ആയിക്കഴിഞ്ഞാൽ പെൻഷൻ കിട്ടണം എന്ന് ഉറപ്പുണ്ടാവില്ല. കാരണം സാലറി തന്നെ തുച്ഛമായ 7000 രൂപയ്ക്കാണ് ഇവരിവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും സ്റ്റിൽ 21 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്, പല പ്രായത്തിലുള്ള. ഇവരെ പഠിപ്പിക്കുന്ന ഈ ഒറ്റ അധ്യാപിക മാത്രമേ ഉള്ളൂ. ഈ ചേച്ചി പറയുന്നത്, ഞാൻ ഈ അധ്യാപനം നിർത്തിപ്പോയാൽ ഈ കുട്ടികളുടെ ഭാവി എന്താകും എന്നാണ്. നമുക്ക് തന്നെ ഇത് കേട്ടിട്ട് സിമ്പതി തോന്നുന്നില്ലേ? പക്ഷേ സിമ്പതി അല്ലല്ലോ ഇവർ അർഹിക്കുന്നത്. ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നും ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും ഞാൻ ഇന്നാട്ടോ ദ ഹിന്ദു ന്യൂസ് വായിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആക്ച്വലി ഇതിനൊക്കെ അധികാരപ്പെട്ട ആളുകൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ഐ തിങ്ക് ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരും അല്ലേ? ആ കുട്ടികളൊക്കെ രക്ഷപ്പെടത്തില്ലേ? കാരണം ലിറ്ററസി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്.